കണ്ണൂരിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞു. കണ്ണൂർ പട്ടുവം റോഡിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. തളിപ്പറമ്പ് പട്ടുവം റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ, വിവരങ്ങൾ എന്താണ്? റീജിത്ത്, ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ബൈപ്പാസ് നിർമ്മിക്കുന്ന തളിപ്പറമ്പ് പട്ടുവം റോഡിന് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ കുന്നിടിച്ചാണ് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. അവിടെ നേരത്തെ തന്നെ, അതായത് കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ മഴ പെയ്ത സമയത്തും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിലും ഗതാഗത നിയന്ത്രണമാണ് അധികൃതർ ഏർപ്പെടുത്തിയത്. അവിടുത്തെ പ്രദേശവാസികളും അതിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരും ചില ആശങ്കകൾ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ്. കുന്നിടിച്ച് അശാസ്ത്രീയമായാണ് നിർമ്മാണം നടക്കുന്നത്, അവിടുത്തെ നിർമ്മാണ പ്രവൃത്തിയിൽ അപാകതയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി വീണ്ടും ആ പ്രദേശത്തും ജില്ലയിലാകെ ശക്തമായ മഴ പെയ്യുകയാണ്. ആ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അവിടെ വലിയ തോതിൽ കുന്നിടിച്ച ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. ഈ പട്ടുവം റോഡിനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് ഇപ്പോൾ തളിപ്പറമ്പ് പട്ടുവം റോഡിൽ ഗതാഗതം പൂർണ്ണമായും തന്നെ നിരോധിച്ചിട്ടുണ്ട്. അവിടെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള അധികൃതർ നാളെ സന്ദർശനം നടത്തും, പരിശോധിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നേരത്തെ തന്നെ അവിടെയുള്ള നാട്ടുകാർ ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയതാണ്. മഴക്കാലം ശക്തമായാൽ ഇത്തരത്തിൽ മണ്ണിടിയും അപകടമുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അന്നതാരും മുഖവിലേക്ക് എടുത്തില്ല, ആരും അത് കേട്ടതുമില്ല. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.